മോർണിംഗ് വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയി നേരെ സൗത്ത് ഓഫ് ഇന്ത്യ ആണ്. ഫുൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഓഫ് സൗത്ത് ഓഫ് ഇന്ത്യ ആണ് നമ്മളെ പ്ലാൻ അതാണ്. അപ്പോൾ നമ്മൾ പോയി ഇപ്പോൾ ഹംപിയിലെത്തും. ലാസ്റ്റ് നമ്മൾ ഹംപിയിലെത്തും. പക്ഷേ എവിടെയൊക്കെ പോകുന്നൊന്നും ഇപ്പോൾ പ്ലാൻ ചെയ്തില്ല. നമ്മൾ മാംഗ്ലൂർ വഴിയാണ് പോകുന്നത്. മാംഗ്ലൂർ ഹൈവേ വഴി നമ്മൾ ബോർഡർ കടക്കും. അതൊക്കെയാണ് പ്ലാൻ. പക്ഷേ എവിടെയൊക്കെ എത്തുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാറിലാണ് പോകുന്നത്. ഇപ്പോൾ ബാഗൊക്കെ റെഡി ആക്കി വെച്ചിന്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹംപിയാണ് നമുക്കറിയാം. പക്ഷേ എവിടെയൊക്കെ എത്തുമെന്നൊന്നും അറിയില്ല. അതൊക്കെ നിങ്ങൾ കാണുക. സീ യു ഓൺ ദ റോഡ്സ്. ബൈ. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തിപ്പോൾ രാവിലെ 6 മണിയായി. ഇപ്പോൾ 6:30. അപ്പോൾ നമ്മൾ വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മാഹി ടച്ച് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് മാഹിന്ന് പെട്രോൾ അടിക്കാൻ വിചാരിച്ചു. പക്ഷേ മാഹിന്ന് പെട്രോൾ അടിക്കാൻ എത്തിയപ്പോൾ ഫുള്ളും ലോറി, ഭയങ്കര തിരക്കാണ്. ക്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭയങ്കര തിരക്കാണ്. ഫുള്ളും വണ്ടിയും ലോറിയും എല്ലാം ഉണ്ട്. ലോറിയൊക്കെ ഫുൾ ടാങ്ക് അടിക്കാനായിട്ട് ഫുൾ തിരക്കാണ്. ഇപ്പോഴൊന്നും പോകുന്നില്ല ലോറി. അത് നമ്മൾ സ്റ്റക്കായി നിൽക്കുകയാണ് ഗൈസ്. സോ വി ആർ വെയിറ്റിംഗ് ഹിയർ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മളെ സമയമായി ഇപ്പോൾ പെട്രോൾ അടിക്കാണ്. നമ്മൾ പെട്രോൾ അടിക്കുകയാണ്. ഇവിടെ വില കുറവാണ്. 80 ഉണ്ട്. ഇവിടെ 50-90 ഉള്ളൂ ലിറ്ററിന് പെട്രോൾ. ഡീസൽ ഫുൾ ടാങ്ക് അടിച്ച് കൊടുക്കുകയാണ്. സോ ഗൈസ്, അപ്പം നമ്മൾ വന്ന് ഇവിടെ തലശ്ശേരി എത്തി. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ഇപ്പം ഫേമസ് ഹോട്ടലുണ്ട്, പാരീസ് ഹോട്ടൽ പാരീസ്. ഒക്കെ ഫേമസ് ഹോട്ടലാണ്. പക്ഷേ രാവിലെ ആണ്ട് ഷോപ്പൊക്കെ കൂട്ടിറങ്ങാണ് നമ്മൾ നടന്നത്. നമ്മൾ ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോയിട്ടാണ്. മൂപ്പിനങ്ങാണ്ട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോയിട്ടാണ്. ഡ്രൈവിംഗ് ബീച്ചിലേക്കുള്ള എൻട്രിയാണ്. എല്ലാവരും ഇവിടെ ഫിഷ് ഹാർബറാണ്. ഇവിടെ മീൻ പിടിക്കാൻ തിരക്കിലാണ്. നല്ല വ്യൂ ഉണ്ട്. നല്ല മീനൊക്കെ ഉണ്ട്. വ്യൂ മാസ്മരിക വ്യൂ ആണ് ഗൈസ്. ഇറങ്ങ വാലിൽ ഓടിക്കാൻ അല്ല, വാലിൽ കുത്തും തോന്നുന്നുണ്ട്. മകളമാരെ എന്ത് എന്താ ജീവനോടൊക്കെ Marina.
ഗൈസ് അപ്പം പുറപ്പെട്ട് ഇപ്പം കാസർഗോഡ് എത്തിക്കുവാണ്. കാസർഗോഡ് എൻ്റെ ഇക്കാക്കൊക്കെ പഠിച്ച സ്ഥലമാണ്. പഠിച്ച പഴയ ഓർമ്മകളൊക്കെ ഇറക്കിക്കൊണ്ട് ഓക്കെ കാസർഗോഡിലും കാണെ നൊസ്റ്റാൾജിയ പിടിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യത്യാസമൊക്കെ ഉണ്ടോ കാസർഗോഡില്? പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല, എല്ലാം പഴയ പരക്കെ തന്നെ ഉണ്ട്. ബിൽഡിങ്ങുകളാണെങ്കിലും ഹൈവേ കാസിൽ ഹോട്ടലൊക്കെ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഹോട്ടൽ. ഇതാണ് വലിയ ഹോട്ടൽ. കാണുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. അതെ, 5 കൊല്ലമായിട്ട് ഒരു മാറ്റമില്ലാന്ന് ഇക്ക പറഞ്ഞത്. അതേമാതിരി ഉണ്ട് ഇക്ക വണ്ട്. കേരളത്തിന്റെ അതിർത്തി കടക്കാൻ പോവാണ്. ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മൾ കിടക്കുന്നതാണ്. ഇവിടെ നേരെ മംഗലാപുരം പിടിക്കുന്നു. നമ്മൾ ഇനി മംഗലാപുരം പോകാൻ പോവാണ്. ഓക്കെ, നമ്മളിപ്പം കേരള അതിർത്തി ഇപ്പൊ കടക്കും നമ്മൾ. That means you're extra ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് ബത്കൽക്ക് പോയാൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ ഹംപിക്ക് ഇങ്ങനെ പോയാൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ബത്കൽ ജസ്റ്റ് നല്ല ബീച്ചസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ബത്കൽക്ക് പോയാൽ നിൽക്കുകയാണ്. മാംഗ്ലൂരിൽ നിന്ന് ബത്കൽക്ക് പോയാൽ നിൽക്കുകയാണ്. NH66 വഴി. അപ്പോൾ നമ്മൾ നല്ല ബീച്ച് ഉണ്ട് ഹൈവേയിൽ നിന്ന്. സോ അപ്പോൾ നിർത്തായിരിച്ചു. നല്ല സൂപ്പർ ബീച്ച്, നല്ല കാറ്റാണ്, നല്ല വൈബാണ്. പക്ഷെ നല്ല വെയിലുമാണ്. നല്ല വെയിൽ, ബട്ട് സോ ഗുഡ്. നല്ല രസമുണ്ട്. കണ്ടോ, NH66 ഹൈവേ ആണ്. നല്ല വ്യൂ ആണ്, ഫ്രം ഹൈവേ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ റൈഡ്? ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ റോഡ്സിന് കാണാം, പത്കലിന് കാണാം ഇനി. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ബഡ്കലി ബീച്ചിലേക്ക് പോയിട്ട് നിൽക്കുകയാണ്. ഇത് ഭയങ്കര സൂപ്പർ റോഡൊക്കെ ആണ്. കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നത്. കാടിൻ്റെ ഇടയിലൂടെ സവാരി എന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടീൻ്റെ ബാക്കിൽ കുറച്ച് ഭക്ഷണമുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ സ്ഥലം തേടി നമ്മൾ നടക്കുകയാണ്. വിശക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നു. ഫുൾ കാടിലൂടെ മല കയറുകയാണ്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഒരു മഴ പെയ്തിപ്പോ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ബാക്കിൽ. അതുകൊണ്ട് നൈസ് കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ പ്ലേസ് ആണ്. നമ്മളിങ്ങനെ ബീച്ച് തേടി. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന്മാരുണ്ട്. അതല്ല പ്രത്യേകത, കുന്നും കാടും ബീച്ചും ഒരുമിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ കുന്ന് കയറി കാട്ടിൻ്റെ ഇടയിൽ കൂടെ ബീച്ചിലേക്കാണ് എത്തിപ്പെടാൻ നോക്കുന്നത്. ബോർഡിന്റെ പല നമ്മൾ ബീച്ചിലേക്കുള്ള മെയിൻ എൻട്രൻസ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. എക്കോ ബീച്ച് ഹാഡിൻ എന്നാണ് പേര് വന്നത്. ബത്കൽ റേഞ്ച് വില്ലേജ് ഫോറസ്റ്റ് കമ്മിറ്റി ഹാഡിൻ. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. അഡൽട്ടിന് 20 രൂപ, 20 റുപ്പീസ്. സീനിയർ സിറ്റിസൺ 20 റുപ്പീസ്. ചിൽഡ്രൻ 10 റുപ്പീസ്. അല്ല, സീനിയർ സിറ്റിസൺ 10 റുപ്പീസ്. അപ്പോൾ എൻട്രി ഫീസൊക്കെ കൊടുത്ത് നമുക്ക് കയറാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ബീച്ച്.
നടന്ന് ഇപ്പോൾ അവസാനം ഒരു സ്ഥലം കണ്ടെത്തി, ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്തി. നല്ല രസമുണ്ട് ഗൈസ് നടക്കാൻ. കാട്ടിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. കാട്ടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബീച്ചിന്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. ഇതാ കാണാണ് ബീച്ച്. കാടും കുന്നും ബീച്ചും എല്ലാം ഒരുമിച്ച് സംഗമിക്കുന്നു ഗൈസ്. നല്ല രസമുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്പോട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. പീതാംബറിയാണ് കണ്ടെത്തിയത്. ഇതായത് സോ ഗൈസ്, അപ്പം നമ്മൾ ബീച്ചിൽ നിന്ന് വിട പറയാൻ സമയമായി. നമ്മൾ ഈ ബീച്ചിൽ വിട പറഞ്ഞിട്ട് നമ്മൾ വേറെ കൊണ്ട് പോവാണ്. ഞങ്ങളാ പോണെന്ന് അറിയില്ല. നമ്മൾ തീരെ അൺപ്ലാൻഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഒന്നും അറിയില്ല നമ്മൾ എങ്ങോട്ടാ പോണെന്ന്. പക്ഷെ എന്നാലും നമ്മൾ ഡിസൈഡ് ചെയ്യുള്ളൂ. ചൂട് ടൈം ഈ ടൈമിൽ നല്ല ചൂടായതുകൊണ്ട് നല്ല 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല വെയിലും നല്ല വേർത്തൊലിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നൈസായിട്ട് പോവാണ്. ഓക്കെ, വിട നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാം. ഗൈസ്, നമ്മളിങ്ങനെ മാപ്പ് നോക്കി പോകുമ്പോൾ നല്ല ഗ്രാമപ്രദേശം കണ്ട് നല്ല രസമുണ്ട്. നമ്മൾ മാപ്പ് നോക്കി പോയി. നല്ല ഗ്രാമപ്രദേശം, നല്ല രസമുണ്ട്. കർണാടകയിലെ ഗ്രാമപ്രദേശം. ഗൈസ്, അപ്പം നമ്മളിവിടെ ചായ കുടിക്കാൻ ഒരു ഹോട്ടലിന് മുന്നിലെത്തി. ഒരു തട്ടുകാരൻ്റെ മുന്നിലെത്തി ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ സീന കാണിച്ചു തരാം. ഇതൊരു കാടിന് ഉള്ളിലാണ് ഈ തട്ടുകടയുള്ളത്. ഈ വീടിൻ്റെ ഗേറ്റാണിത്. ഇതാ ഈ ഗേറ്റ് തല്ലി പൊട്ടിക്കണ. ഇയാൾ ചീത്ത പറഞ്ഞല്ല, തല്ലി പൊട്ടിക്കുമ്പോൾ ഇയാൾ ചീത്ത പറയുന്നത് ഫുള്ള് പ്രശ്നമാണ് ഇവിടെ. ഇയാള് വീടിൻ്റെ ഗേറ്റ് അടിക്കാണ്. ഇത്ത പൊന്തിക്കണമില്ല, പക്ഷെ ഇയാൾ അടിക്കുന്നുണ്ട്. ഗേറ്റ് പൊട്ടിപ്പോയി. ഇങ്ങനെയാണ് ഗേറ്റ് അടിക്കാറ്. പിന്നെ അതും അടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കഴിച്ച് ഈ വീടിൻ്റെ ഗേറ്റ് അടിക്കാറ്.